ഹേ വാട്ട്സപ്പ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാവും, അതായത് നമ്മുടെ ഇടുക്കി റൂട്ടിലുള്ള സ്ഥലം കേട്ടോ. അതായത് വഴിക്കിണർ, അതായത് വഴിയുടെ നടുക്ക് കിണർ വരുന്ന ഈ ഒരു സ്പോട്ടിന് വന്ന പേരാണ് വഴിക്കിണർ. അപ്പോൾ നമ്മളിന്ന് ഇടുക്കി പോവാണ്. നമ്മുടെ MTB സ്റ്റോം ഉണ്ട്. ഇതോ നമ്മുടെ സ്വന്തം വൈശാഖ് ബ്രോ XC900 നമ്മുടെ വൈശാഖ് ബ്രോ ആണല്ലേ. അപ്പോൾ ഇത് 5ാമത്തെ ഹെയർ പിൻ. നമ്മൾ ഇനിയുണ്ട് 12 ഹെയർ പിൻ ഉണ്ട് മൊത്തം. ഇത് 5ാമത്തെ ഹെയർ പിൻ. അപ്പോൾ നമുക്ക് 12 ഹെയർ പിൻ ഉണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്, കാരണം ഇവിടെ നല്ല അടിപൊളിയൊരു വ്യൂ ഉണ്ടേ. അതെ, ഫ്ലെക്സ് വന്ന് കുറച്ച് വ്യൂ പോയേക്കുവാണ്. അപ്പം നമ്മളിന്ന് പോണേ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ, ബ്രോ എങ്ങോട്ടാ പോണേ? പൊട്ടൻപടി മല. അതെ, സംഭവം ഒരു വെറൈറ്റി സ്പോട്ടാണ്. അതായത് ചെറിയൊരു ഓഫ് റോഡിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ MTB ഒക്കെ ആയിട്ട് അത് കണ്ടിട്ട് ഉളുപ്പൂണി ഒരു അങ്ങനത്തെ ഒരു മെഡോസ് ഒക്കെ പോലത്തെ ഒരു സെറ്റപ്പ് ലൊക്കേഷൻ കേട്ടോ. എന്താണെങ്കിലും അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം. നമ്മളൊരു 54 കിലോമീറ്റർ കവർ ചെയ്ത് സമയം 6:50 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണിക്കാം അല്ലേ ബ്രോ? ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ 12 ഹെയർ പിന്ന് ചവിട്ടി നമ്മുടെ നാടുകാണി വ്യൂ പോയിൻ്റ് അവിടെ എത്തി കേട്ടോ. ഇതാണ് നാടുകാണി പവലിലേക്കൊക്കെ പോണ വഴി, ഈ റൈറ്റ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇഷ്ടംപോലെ പോയിട്ടുള്ളതുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ ലൊക്കേഷനിലേക്ക്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ കാണുമല്ലേ ബ്രോ? മെയിൻ റോഡ്. ഇവിടെ ചെറിയൊരു ഇറക്കാല്ലേ. 12 കിലോമീറ്റർ ക്ലൈംബ് കഴിഞ്ഞിട്ടുള്ള ഇറക്കം. ഈ റൈറ്റ് സൈഡിൽ സ്പോട്ട് ഉണ്ടോ ബ്രോ? നല്ല രസമില്ലേ? ഞാൻ എപ്പോൾ ഒന്നേരം നോക്കൂ കേട്ടോ. ആണല്ലേ? തിരിച്ചു വരുമ്പോൾ ഒന്ന് ചവിട്ടിയിട്ട് പോകാം. ഗ്രീൻബർഗ് റിസോർട്ടല്ലേ? അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഗ്രീൻബർഗ് റിസോർട്ടിൻ്റെ ഒരു ബോർഡ് കാണാം. അവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുക്കുക. കോൺക്രീറ്റ് ചെയ്ത വഴിയാണല്ലോ. കൊള്ളാം, ഒരു ഭീകര അന്തരീക്ഷമുണ്ട്. അതെ. ഷോക്കാണാക്കിയോ? ഓക്കെ. ഇവിടുന്ന് നമ്മൾ റൈറ്റ് പോയ റിസോർട്ടാണ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ താഴത്തേക്ക്. നമ്മുടെ ഓഫ് റോഡ് തുടങ്ങിയില്ല ഗൈസ്. ഇതിപ്പം ഇതൊരു ഓഫ് റോഡ് തന്നെ, ടാറൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ തേയിലത്തോട്ടം കണ്ടു. തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് തെങ്ങ് നിൽക്കണം. ഞാൻ ആദ്യമായിട്ട് കേട്ടോ തെങ്ങ് നിൽക്കുന്നത് കാണുന്നത് തേയിലത്തോട്ടത്തിൽ. ഇവിടുന്ന് ലെഫ്റ്റ് നോക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ടല്ലോ, വെള്ളമൊക്കെ. ഇവിടുന്ന് കാണുന്നതായിരിക്കോട്ടെ കുളമാവ് ഡാമായിരിക്കും. ഇതേ അവിടെ ലെഫ്റ്റ് കാണുന്നേ, ലെഫ്റ്റ് സൈഡ് കണ്ടില്ലേ? ഡാമിൻ്റെ വ്യൂ ഉണ്ട് കേട്ടോ. കൊള്ളാം, നൈസ് വ്യൂ. ഒരു ചെറിയ വെയിലുണ്ടെന്നേ ഉള്ളൂ അല്ലേ? ചെറിയ വഴി, നമ്മുടെ നാട്ടിൻപുറത്തെ വഴി പോലെ.
ആ ഇവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു വീടാ. ഇവിടുന്ന് 2 വഴിയുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടടിക്കും ബ്രോ? ലെഫ്റ്റോ റൈറ്റോ? കണ്ടിട്ട് റൈറ്റാണെന്ന് തോന്നുന്നു. ആ റൈറ്റ് ആയിരിക്കും. റൈറ്റാ അല്ലേ? തിരിച്ചു വരാം അല്ലേ? അവിടെ നല്ലൊരു വഴി കണ്ടിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ചവിട്ടി കയറി നമുക്ക് ഡൗൺ ഹിൽ അടിച്ച് വരാം. ഇത് കൊള്ളാമല്ലേ? മറ്റേ ആ അല്ലത് ഇത് സ്ഥലമൊക്കെ നൈസല്ലേ? ആ എന്നാണ് ഇതായിരിക്കും. ആണോ? കാണാമോ? ഓക്കെ, നമ്മൾ തിരിച്ച് ഡൗൺ ഹിൽ അടിക്കാനുള്ള ചെറിയൊരു സെക്ഷൻ കേട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പ് ഒന്നും നോക്കണില്ല. ഏകദേശം ഒരു ഊഹമൊക്കെ വെച്ചിട്ടങ്ങ് പോവല്ലേ. അതെ അതെ. അപ്പോൾ ഇപ്പോൾ ഒരു ഓട്ടോക്കാർ വന്നിട്ട് അവരോട് ചോദിച്ചിട്ട് അവർക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അതെ അതെ, അത്ര ഫേമസും അല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഈ റൈറ്റാണ് ബ്രോ? ഈ റൈറ്റ് അല്ലേ? കണ്ടാൽ മനസ്സിലാകത്തില്ലല്ലേ? ഓ, ഇത് ഒരു സൈഡ് കല്ലങ്ങിട്ട് കുഴി അടച്ചേക്കും അല്ലേ? അതിൻ്റെ അകത്ത് പുല്ലിൻ്റെ ഇടയ്ക്കൂടെ ഉളുപ്പുണി പോയ പോലെ. ആ ഓക്കെ ഓക്കെ, 2 മല കയറാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിൽ ഒരു മലയായിരിക്കും ഇത്. പറയണ്ടോ? ആ അപ്പം ഇത് തന്നെ സ്ഥലം. ഇവിടെ വെള്ളം ഒഴുകുന്ന കേട്ടോ. ഇത് കൊള്ളാം. ഓ, നമ്മളാ മേളിൽ നിന്നുള്ള ഇറങ്ങി വരണേ. ഇതെതിരെ ഇറങ്ങി വന്നൊന്നും നോക്കിയില്ല. അയ്യോ, കാറ്റ് അടിപൊളി കേട്ടോ. അടിപൊളി വ്യൂവും കാറ്റ്. ഉൾപ്പൂണിയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നല്ല കാറ്റുണ്ടേ. അപ്പോൾ നമ്മളിപ്പോൾ കയറി വന്നൊരു പോർഷൻ കേട്ടോ. അതായത് നമ്മൾ ഉൾപ്പൂണി പോയപ്പോഴത്തെ പോലെ ഇത് നല്ല ചരലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ബ്രേക്ക് പിടിക്കാൻ പറ്റത്തില്ല. ബ്രേക്ക് പിടിച്ചാൽ നമ്മൾ ടയറും തെന്നും. കാറ്റെന്നൊക്കെ പറഞ്ഞ് ജാതി കാറ്റാട്ടോ. കാറ്റല്ലേ? പൊളി അടിപൊളി. അയ്യോ, അതാ നമ്മൾ കയറി പോണ വഴി. പൊളി, കിടു വേറെ ലെവൽ എക്സ്പീരിയൻസ്. ആ, നടുക്ക് കുഴിയുള്ളതുകൊണ്ട് ടയർ ലോക്കാവാൻ സാധ്യതയുണ്ടല്ലേ? ഓക്കെ. എവിടെ വഴി? എവിടെ? അതെ, വഴി എവിടെ? ഇതിലെ ആള് നടന്നു വന്നിട്ടും കാലം കുറേ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു കാറ്റ് കണ്ടോ? അതായത് നമ്മുടെ ഉൾപ്പൂണി അതിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ കാറ്റധികം ഇല്ല. കാരണം ഇപ്പോൾ വൈകുന്നേരങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ ഈ ഒരു സമയത്തും എന്ത് കാറ്റാന്ന് നോക്കി. അതുകൊണ്ട് നമുക്ക് വെയിലത്ര പ്രശ്നമില്ല. മറ്റൊരു പാറയുണ്ടല്ലോ, അത് താഴെയല്ലേ? താഴെയാ. ഇവിടെ ഒരു ഫേമസ് പാറയുണ്ടെന്ന്. ആ പാറയ്ക്ക് ഒരു പേരിട്ടല്ലേ ബ്രോ? അപ്പോൾ ഇതാണ് താഴത്തേക്കുള്ള വഴി. അപ്പോൾ ഇവിടെ ഒരു പാറയുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ സ്വിറ്റ്സർലാൻഡിലുണ്ടുള്ള ഒരു പാറയുടെ ഒരു ഷേപ്പ്. അത് നൈസാട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ വരെ ഒന്ന് ഇറങ്ങും.
അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ദൂരെ നാടുകാണി പവലിയനൊക്കെ കാണാം കേട്ടോ. അതുകൊണ്ട് അവിടാണ് വരുന്നത്. അപ്പോൾ ദേ നമ്മുടെ വണ്ടി ഇവിടെ വന്നു. ദേ ഇതൊക്കെ ഇവിടെയൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കേട്ടോ നിൽക്കാൻ. പൊളി, ഈ പാറ അടിപൊളി കേട്ടോ. ഇവിടെ നോക്കുമ്പോഴേ നമ്മുടെ പവർ സ്റ്റേഷൻ അല്ലേ, മൂലമറ്റൻ. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന ആ വഴിയാണ് കാണുന്നത്. എന്നിട്ട് ദേ നമ്മൾ വണ്ടി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ദേ ആ കാണുന്നൊക്കെ അതിൻ്റെ അപ്പുറമൊക്കെ നമ്മുടെ പുള്ളിക്കാനം ആ ഒരു റേഞ്ചൊക്കെ കേട്ടോ, വാഗമൺ സൈഡൊക്കെയാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാടുകാണി പവലിയൻ, അതിൽ നിന്ന് ഒത്തിരി ഹൈറ്റിലാട്ടോ ഈ ഒരു ലൊക്കേഷൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേണം അവിടം വരെയൊക്കെ പോകാൻ. അപ്പോൾ അതേ എന്താ പറയുന്നത്, അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടൊന്നും അല്ല. പ്രത്യേകിച്ച് ഒറ്റയ്ക്കോ രണ്ടുപേരൊക്കെ ആയിട്ട് വരാനും പറയുന്നില്ല. ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ കണ്ടോ എന്തോ ഒരു ജീവിയുടെ ഇരയായിട്ടുണ്ട്. ബ്രോ ഇനി നമുക്ക് നമ്മുടെ ഡൗൺ ഹില്ലല്ലേ, നമ്മുടെ പരിപാടി ഡൗൺ ഹിൽ. ഇവിടുന്ന് കുറച്ച് മിക്കവാറും നമ്മൾ തള്ളിക്കൊണ്ട് പോകേണ്ടി വരും അല്ലേ? അതെ അതെ, കുഴപ്പമില്ല. അതെ അതെ, പിന്നെ വീണാലും അപ്പുറം ഇപ്പുറം പുല്ലാണ്. ഇവിടെ വെള്ളമൊന്നും ഇല്ല. നമ്മുടെ വൈച്ചാബ്രോടെ വീഡിയോ കണ്ടവർക്ക് അറിയാം. അതെ അതെ, ആള് നമ്മുടെ ഉളുപ്പുകളിലൊക്കെ പോയി വെള്ളത്തിലൊന്ന് മുങ്ങിപ്പൊങ്ങി വന്നായിരുന്നു. അതെ അതെ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് വണ്ടി എടുത്ത് തിരിച്ച് പോവാട്ടോ. അപ്പോൾ അതേ നമ്മൾ തിരിച്ചിറങ്ങുന്നതിന് മുന്നേ എയർ കുറയ്ക്കുന്ന സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാക്സിമം കുറയ്ക്കുകയാണ്. 20 PSI വരെ നമ്മൾ കുറയ്ക്കുന്നുണ്ട്. അയ്യോ, ഇത് വീടിൻ്റെ മുറ്റത്തേക്കാ. അയ്യോ എൻ്റെ അമ്മേ.